വാർഷികത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനായി ശ്രീ സുരേഷ് കോട്ടയത്തെ ക്ഷണിച്ചുകൊണ്ട് നാൽപ്പത്തിയഞ്ചാമത് വാർഷികോത്സവത്തിൻ്റെ അധ്യക്ഷ പദം അലങ്കരിക്കുന്ന ഈ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന പ്രിയപ്പെട്ട PTA പ്രസിഡന്റ് ശ്രീ മണിക്കുട്ടൻ, യോഗത്തിൽ സംബന്ധിക്കുന്ന സ്കൂളിൻ്റെ അഭ്യുദയകാംക്ഷികളായ പഞ്ചായത്ത് അംഗങ്ങൾ, പ്രിയപ്പെട്ട അനിറ്റ് ജോഷി, പ്രിയപ്പെട്ട സോയിമാൻ സണ്ണി, സ്കൂളിൻ്റെ പ്രിയപ്പെട്ട HM ശ്രീമതി ജെയ്മി MD, SNDP യോഗം ചുരുളി ശാഖയുടെ ബഹുമാനായ പ്രസിഡന്റ് ശ്രീ കൈലാഷ് രാജു അവറുകൾ, ബഹുമാനായ സെക്രട്ടറി ശ്രീ MN ഷൺമുഖദാസ്, റിട്ടയർഡ് അധ്യാപകനും ഈ സ്കൂളിൻ്റെ എല്ലാ പ്രവൃത്തികളെയും സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ഒപ്പം നിൽക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട മോഹൻദാസ് സാറ്, MBTA പ്രിയപ്പെട്ട ചെയർപേഴ്സൺ ശശികല സന്തോഷ്, സ്കൂളിൻ്റെ സ്റ്റാഫ് സെക്രട്ടറി പ്രിയപ്പെട്ട പ്രകാശൻ സാറ്, അധ്യാപക സുഹൃത്തുക്കൾ പ്രിയപ്പെട്ട ധന്യ, കവിത, സോണിയ, OA ഷീൻ, PTA-യുടെയും MBTA-യുടെയും ഭാരവാഹികൾ, ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾ, ഈ കുരുന്നുകളുടെ കലാവിരുന്ന് ആസ്വദിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള അച്ഛനമ്മമാർ, അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരുമായിട്ടുള്ള സർവോപരി സ്കൂളിനെ സ്നേഹിക്കുന്ന ഈ വാർഷികാഘോഷത്തെ വീക്ഷിക്കുവാൻ എത്തിച്ചേർന്നിട്ടുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, 45 വർഷം എന്ന് പറയുമ്പോൾ നമ്മുടെ കുടിയേറ്റത്തിൻ്റെ തന്നെ പ്രായമാണ്. ഈ ഗ്രാമത്തിൻ്റെ ആദ്യകാലം മുതൽ ഇവിടെ ആരംഭിച്ച ഈ വിദ്യാലയം 2024 ഈ സ്കൂളിനെ സംബന്ധിച്ച് ഏറെ നേട്ടങ്ങൾ, സന്തോഷദായകമായ ദിനങ്ങളുണ്ടായ ഒരു വർഷമാണ്. എല്ലാവരും ആഗ്രഹിച്ചതുപോലെ കാലഘട്ടത്തിന് യോജിച്ച ഒരു കെട്ടിട സമുച്ചയം എന്നുള്ളത് സാക്ഷാത്കരിക്കപ്പെട്ടത് ഈ വർഷമാണ്. പ്രിയപ്പെട്ട മോഹൻദാസ് സാറും കൈലാഷ് രാജുവും ഷൺമുഖദാസുമെല്ലാം SNDP യോഗം കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിൽ ജനറൽ മാനേജർ ശ്രീ വെള്ളാപ്പള്ളി നരേശൻ അവരിൽ ചെലുത്തിയ വലിയ സമ്മർദ്ദത്തിന് ഫലമായി 1 കോടി രൂപ അടുത്ത് മുതൽ മുടക്കി നല്ല സൗകര്യങ്ങളോടുകൂടി, എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടുകൂടി, എല്ലാ ക്ലാസ് റൂമുകളും സ്മാർട്ട് ക്ലാസ് റൂമുകളാണ്, നല്ല വൃത്തിയും വെടിപ്പും എല്ലാം. അപ്പോൾ തീർച്ചയായും 2024 ശ്രീനാരായണ അപ്പർ പ്രൈമറി സ്കൂളിനെ സംബന്ധിച്ച് വലിയ സന്തോഷത്തിൻ്റെ വലിയ നേട്ടങ്ങളുടെ വർഷമാണ്.
ഇവിടെ പ്രകാശൻ സാറ് സൂചിപ്പിക്കുന്നത് കേട്ട് 3 നേരം ഭക്ഷണം കൊടുത്ത് കപ്പയും കാന്താരിയും മുതൽ ചോറും പായസവും എല്ലാം വിഭവസമൃദ്ധമായി നമ്മുടെയൊക്കെ മനസ്സ് നിറയണമെങ്കിൽ വയറ് നിറഞ്ഞിരിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായും എല്ലാ തരത്തിലും വലിയ സന്തോഷത്തോടെ ഈ വാർഷികാഘോഷങ്ങൾ നമുക്ക് പൂർത്തീകരിക്കുവാൻ കഴിയും. ഈ സ്കൂള് അറിയപ്പെടുന്നത് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ നാമധേയത്തിൽ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവാൻ ലോകത്തോട് ആഹ്വാനം ചെയ്ത കൺകണ്ട ദൈവമായ ശ്രീനാരായണ ഗുരുദേവന്റെ നാമധേയത്തിൽ ഈ നാടിലെ കുരുന്നുകൾക്ക് അക്ഷര വെളിച്ചം പകർന്നു കൊടുക്കുന്ന ഈ വലിയ സ്ഥാപനം ആയിരക്കണക്കിന് 10,000-കണക്കിന് കുരുന്നുകൾ പഠിച്ചു തുടങ്ങിയ വലിയ ഒരു സ്ഥാപനം. ഇന്ന് കുട്ടികളുടെ എണ്ണമൊക്കെ കുറവാണ്. എന്നാലും ഈ സ്കൂളിലെ അധ്യാപകരുടെ ഒരു വലിയ സൂക്ഷ്മത, പണ്ടിവിടെ കോമൺ ടീച്ചറും ഇന്ത്യൻ ടീച്ചറും ഒക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അവരൊക്കെ വിരമിക്കുമ്പോൾ വലിയ ആശങ്ക മാനേജ്മെന്റിന്റെ ഭാഗമായി പ്രതിനിധികളായി എനിക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെയൊക്കെ സ്നേഹവും അല്ലെ അവർ നട്ടു നനച്ചു വളർത്തിയ ഈ ഒരു വലിയ വൃക്ഷത്തെ അതുപോലെ തന്നെ കാത്തു സൂക്ഷിക്കുവാൻ പുതിയ കാലഘട്ടത്തിലെ എച്ച് എം ഉൾപ്പെടെയുള്ള പുതിയ അധ്യാപകർക്ക് സാധിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ വീട്ടിൽ ലഭിക്കുന്ന പരിരക്ഷ കുഞ്ഞുങ്ങൾക്ക് ഈ കലാലയത്തിൽ ലഭിക്കുന്നുണ്ട്. അവരുടെ കാലൊന്ന് തട്ടിയാൽ കണ്ണെന്ന് നിറഞ്ഞാൽ വേദനിക്കുന്ന മനസ്സുള്ള അധ്യാപകർ, അവരെ രാവിലെ വാഹനത്തിൽ കൊണ്ടുവരുന്നതിനും കയറ്റിവിടുന്നതിനും എല്ലാം ശ്രമിക്കുന്ന നല്ല ഒരുപടി അധ്യാപകർ ഇവിടെ ഉണ്ട് എന്നുള്ളത് ഏറെ സന്തോഷത്തോടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. ഞാൻ ഈ സ്കൂളിൽ പഠിച്ചതാണ്. അന്നൊക്കെ 100-500 കുട്ടികളുണ്ട്. ഈ 3 ഏക്കർ നിറച്ച് കുറ്റിക്കാട്ടിലേക്ക് പിള്ളേർ പോയി പാത്തിരുന്ന് കഴിഞ്ഞാൽ അവിടെ അധ്യാപകരൊന്നും നോക്കത്തില്ലായിരുന്നു. വേണേ വന്നിരുന്ന് പഠിച്ചാൽ മതിയായിരുന്നു. അന്ന് പിന്നെ കൂടുതൽ അനുസരണ ഉണ്ടായിരുന്നു, അടിയുണ്ടായിരുന്നു. ഇന്നത്തെ അധ്യാപകർക്ക് അടിയില്ല, പകരം മുട്ടയും പാലും. പൊതുവിദ്യാലയത്തിന്റെ ഒരു പ്രാധാന്യം വർദ്ധിച്ച ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഒരു കാലത്ത് ഇംഗ്ലീഷ് മീഡിയം എന്ന് പറയുന്നത് കാശുള്ളവർ മക്കൾക്കും പാവം പിടിച്ചവർക്കാണ് സർക്കാർ സ്കൂളും പൊതുവിദ്യാലയവും എന്നൊക്കെ തോന്നലുണ്ടായിരുന്നു. പൊതുവിദ്യാലയത്തിന്റെ പ്രാധാന്യവും പ്രസക്തിയും വർദ്ധിക്കുന്നത് ഓരോ വർഷവും സർക്കാർ ഉദ്യോഗങ്ങളിൽ പുതുതായി പ്രതീക്ഷിക്കുന്ന കയറുന്ന PSC വഴി പോസ്റ്റിംഗ് ലഭിക്കുന്ന ആളുകളുടെ എണ്ണം പരിശോധിച്ചാൽ പൊതുവിദ്യാലയത്തിൽ നിന്നിറങ്ങുന്ന ഒത്തിരി കുട്ടികൾ PSC വഴി പോസ്റ്റിംഗ് ലഭിക്കുന്നുണ്ട്. നമ്മുടെ ഭരണത്തെ നിയന്ത്രിക്കുന്ന, സുരക്ഷയെ നിയന്ത്രിക്കുന്ന IAS, IPS പോലെയുള്ള ഉന്നത ശ്രേണിയിലേക്ക് കടന്നു വരുന്ന സെലക്ഷൻ കിട്ടുന്ന ആളുകളെ പരിശോധിച്ചാലും പൊതുവിദ്യാലയത്തിൽ നിന്ന് വരുന്ന ഒത്തിരി കുട്ടികളുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇംഗ്ലീഷ് പറഞ്ഞു കേൾക്കുന്നതൊക്കെ നമുക്ക് ഇഷ്ടമാണ്. പക്ഷേ ഇംഗ്ലീഷ് മാത്രമല്ല രാജ്യത്തെ നയിക്കുന്നത്. വലിയ വിവേകവും നല്ല സ്നേഹവുമല്ല കുരുന്നുകളുടെ മനസ്സുണ്ടാകുവാൻ പൊതുവിദ്യാലയത്തിലെ അധ്യാപകർ നൽകുന്ന സേവനം, അല്ലെങ്കിൽ അവിടുത്തെ PTA, MPTA ചെയ്യുന്ന സേവനം, ഇതൊക്കെ വലുതാണ്. ഇതൊക്കെ മനസ്സിലാക്കിയതുകൊണ്ടാണ് ഈ കുറച്ച് കുട്ടികൾ മാത്രമുള്ള ഈ സ്കൂളിന്റെ വാർഷികാഘോഷത്തിൽ ഇത്രയധികം അച്ഛനമ്മമാരും അവരുടെ മുതിർന്ന പേരൻസും എല്ലാം പങ്കെടുക്കുന്നത്. തീർച്ചയായും നാളെയും നിങ്ങളുടെ ശ്രദ്ധയും പരിരക്ഷയുമെല്ലാം ഈ സ്ഥാപനത്തോടൊപ്പം ഉണ്ടാകണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ഈ സ്കൂളിന്റെ ഏതു തരത്തിലുള്ള പുതിയ കാലഘട്ടത്തെ നിലവാരവും കാത്തു സൂക്ഷിക്കുന്നതിനും അതിനാവശ്യമായ ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിനുമെല്ലാം SNDP യോഗം മാനേജ്മെന്റ് കടപ്പാടോടുകൂടി ആ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. തുടർന്നുള്ള കാലഘട്ടത്തിൽ അതൊക്കെ ഉണ്ടാകുമെന്ന് സ്നേഹം ഓർമ്മിപ്പിക്കുന്നു. എനിക്ക് ഏറെ സന്തോഷം പങ്കുവെക്കുവാനുള്ളത് ഇവിടുത്തെ അധ്യാപകരോടൊപ്പം തന്നെ ശ്രീ മണിക്കൂറിന്റെ നേതൃത്വത്തിലുള്ള PTA സ്കൂളിന്റെ തറക്കല്ലിടൽ കർമ്മത്തിനും സ്കൂളിന്റെ ഉദ്ഘാടനത്തിനും ഇനി വാർഷികാഘോഷത്തിനുമല്ല ഒരു പൊതുകാര്യ പ്രസക്തനായ രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയായ അദ്ദേഹം ഇന്ന് മറ്റു പല പരിപാടികളും മാറ്റിവെച്ച് ഇവിടുത്തെ കലവറയിലും ഈ വേദിയിലുമെല്ലാം നിറഞ്ഞു നിന്ന് അദ്ദേഹത്തിന്റെ മക്കൾ മാത്രമല്ല ഈ നാട്ടിലെല്ലാ കുഞ്ഞുങ്ങൾക്കും കുരുന്നുകൾക്കും വേണ്ടി വലിയ ശാരീരിക അധ്വാനം ചെയ്തുകൊണ്ട് സജീപ്പോൾ ഉൾപ്പെടെ ഒരുപിടി PTA പ്രവർത്തകർ അക്ഷീണമായ പരിശ്രമം ഇതിനുവേണ്ടി ചെയ്യുന്നു. തീർച്ചയായും SNDP യോഗം മാനേജ്മെന്റിന്റെ നന്ദിയും കടപ്പാടും PTA അറിയിക്കുന്നു. അതുപോലെ തന്നെ ശശികല സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള MPTA ഒരു കുടുംബത്തിലെ കാര്യം പോലെ, വീട്ടിലെ അടുക്കള കാര്യം പോലെ സ്കൂളിൽ വന്നാൽ ഇവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും മേൽനോട്ടം വഹിക്കുകയും സ്കൂളിന്റെ വൃത്തിയും സുരക്ഷയും എല്ലാം പരിശോധിച്ച് തന്റെ കുഞ്ഞുങ്ങളെ പോലെ എല്ലാവരെയും പരിശീലിക്കുന്ന ശശികല ഉൾപ്പെടെയുള്ള MPTA ഭാരവാഹികളെ സ്നേഹത്തോടെ SNDP യോഗത്തിന് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ ആമുഖമായി മണിക്കൂട്ടൻ സൂചിപ്പിച്ചു, അക്ഷമരായിട്ടാണ് ആളുകൾ ഇരിക്കുന്നത്. കുരുന്നുകളുടെ കലാവിൽ നിന്ന് അവര് വേഷവിധാനങ്ങളൊക്കെ ആടയാഭരണങ്ങളൊക്കെ അണിഞ്ഞു നിൽക്കുക, അവരുടെ ആട്ടവും പാട്ടവും കാണുക എന്ന് പറയുന്നത്
അത് ആസ്വദിക്കാനാണ് നിങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ ഒത്തിരി പറഞ്ഞ് നമുക്കൊക്കെ ഒത്തിരി വേദികൾ ഇനിയും കാണുവാനും പറയുവാനും ഒക്കെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് എല്ലാവരോടും കൂടി വലിയൊരു സന്തോഷമാണ് പങ്കുവയ്ക്കുവാൻ. ആദ്യം പറഞ്ഞതുപോലെ ഒത്തിരി നേട്ടങ്ങൾ 2024 അവിസ്മരണീയമായ ഒരു വർഷമായി മാറിയ SNDP യോഗത്തിന്റെ ചുരുളി സ്കൂളിനെ സംബന്ധിച്ച് ആ ഒപ്പം നിന്നവരാണ് നിങ്ങൾ എല്ലാവരും. തുടർന്നും ഈ സ്കൂളിന്റെ മുന്നോട്ട് പോക്കിന് നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ സ്കൂളിൽ പുതിയതായി അഡ്മിഷൻ എടുക്കുന്നതിന് തയ്യാറാവുകയും മറ്റുള്ളവരെ അതിന് പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവന്റെ നാമധേയത്തിലുള്ള ഈ സ്ഥാപനം ഈ ഗ്രാമത്തിൽ തലയെപ്പോടുകൂടി നിൽക്കുന്നതിന് നിങ്ങളുടെയൊക്കെ സഹകരണം ഉണ്ടാകണമെന്ന് സ്നേഹം അഭ്യർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട എല്ലാ അധ്യാപക സുഹൃത്തുക്കളെയും നിങ്ങൾ ചെയ്യുന്ന എല്ലാ സേവനങ്ങൾക്കും SNDP കോർപ്പറേറ്റ് മാനേജ്മെന്റ് നന്ദി പറഞ്ഞുകൊണ്ട് ഏവരോടുമുള്ള കടപ്പാട് നന്ദിയും അറിയിച്ചുകൊണ്ട് ഈ വാർഷിക യോഗത്തിൽ പങ്കെടുക്കുന്ന വേദിയിലും സദസ്സിലുമുള്ള എല്ലാവരെയും SNDP കോർപ്പറേറ്റ് മാനേജ്മെന്റ് ജനറൽ മാനേജർ ശ്രീ വെള്ളാപ്പള്ളി നടേശന് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ വാർഷിക യോഗം ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ആശംസ അർപ്പിക്കുന്നതിന് 5ാം വാർഡ് മെമ്പർ അനിൽ ജോഷി ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഏറ്റവും ബഹുമാനപ്പെട്ട യോഗ അധ്യക്ഷൻ PTA പ്രസിഡന്റുമായ ശ്രീ മണിക്കുട്ടൻ ചേട്ടൻ, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ലോക്കൽ മാനേജർ സുരേഷ് കോട്ടയ്ക്കകത്തവർ, ഈ യോഗത്തിന് സ്വാഗതം ആശംസിച്ച നമ്മുടെ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രകാശ് സാറ്, എൻ്റെ സഹമെമ്പർ സോയ്മോൻ സണ്ണി അവർ, SNDPയുടെ ശാഖയുടെ പ്രസിഡന്റ് ശ്രീ കലേഷ് രാജു അവർ, ശാഖാ സെക്രട്ടറി ശ്രീ ഷൺമുഖദാസ് അവർ, നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട ഹെഡ് മിസ്റ്റേഴ്സ് ജെയ്മി അവർ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എൻ്റെ പ്രിയ മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, 45ാമത് വാർഷിക ദിനാഘോഷത്തിൻ്റെ എല്ലാവിധ ആശംസകളും ഒറ്റവാക്കിൽ ആദ്യം തന്നെ അറിയിക്കുകയാണ്. ആഘോഷങ്ങളും ആർഭാടങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു അധ്യയന വർഷം കൂടി കടന്നു പോവുകയാണ്. ഈ അവസരത്തിൽ കുട്ടികളായ നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തുന്നത് നല്ലതാണ്. നമ്മൾ ഒരു വർഷം കൊണ്ട് നമുക്ക് എന്തൊക്കെ നേടാനായി, എന്തൊക്കെ വീഴ്ചകൾ നമ്മുടെ ഭാഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതെല്ലാം ഒരു വിശദമായിട്ട് നമുക്കൊന്ന് ആലോചിക്കാനും ഒന്ന് ചിന്തിക്കാനും അടുത്ത വരുന്ന വർഷത്തേക്ക് അതിൻ്റെ മാറ്റങ്ങൾ എന്തൊക്കെ വരുത്തണമെന്ന് കുട്ടികളായ നാം ഓരോരുത്തരും ചിന്തിക്കുന്നതും അതനുസരിച്ച് മാതാപിതാക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉയരങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി അതിനുള്ളൊരു പ്രയത്നം നടത്തുവാനും ഒക്കെയുള്ള ഒരു അവസരമാണ്. കഴിഞ്ഞു പോയ കാലങ്ങളിൽ എന്തൊക്കെ പഠനത്തിൽ മികവ് പുലർത്താൻ പറ്റാതെ പോയത് ഏതൊക്കെയാണ്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കുട്ടികളായ നമ്മൾ ഈ ഒരു അധ്യയന വർഷം കഴിയുമ്പോഴേക്കും അതിലൊക്കെ നമുക്കൊരു ശ്രദ്ധ ചെലുത്തേണ്ട അത്യാവശ്യമായൊരു കാലഘട്ടത്തിലാണ്. സർവധനാൽ പ്രധാനം വിദ്യ ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ വിദ്യാഭ്യാസം നേടി മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും നല്ല രീതിയിൽ പഠിക്കുവാനും അതിനുള്ള ഒരു അന്തരീക്ഷം ഈ സ്കൂളിലുണ്ട്. എന്ത് പറഞ്ഞാലും നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള അധ്യാപകരും നല്ല രീതിയിലുള്ള അധ്യാപനവുമാണ് എനിക്ക് കഴിഞ്ഞ 10 വർഷക്കാലമായിട്ടിവിടെ കാണുവാൻ സാധിച്ചിട്ടുള്ളത്. വേറെ എവിടെയെങ്കിലും പഠിക്കുന്നതിലും സ്വാതന്ത്ര്യം ഈ സ്കൂളിൽ കുട്ടികൾക്കുണ്ട്. അതെല്ലാം നല്ല ഒരു കൈമുതലാക്കിക്കൊണ്ട് നല്ല രീതിയിൽ പഠിക്കുവാനും ഉന്നത വിജയം നേടുവാനും എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഏറെ ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ PTA കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ മണിക്കുട്ടൻ ചേട്ടൻ, നമ്മുടെ ഈ ആഘോഷം ഉദ്ഘാടനം ചെയ്ത ഏറെ ബഹുമാനപ്പെട്ട SNDP ഇടുക്കി യൂണിയൻ്റെ സെക്രട്ടറി ശ്രീ സുരേഷ് ചേട്ടൻ, ഏറെ ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പർ ശ്രീ അനിൽ ജോഷി, SNDP ചുരുളി ശാഖായോഗത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ കലേഷ് രാജു, സെക്രട്ടറി പ്രിയപ്പെട്ട ഷൺമുഖദാസ് ചേട്ടൻ, മുൻ ശാഖായോഗത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ PK മോഹൻദാസ് സാർ, ഈ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ ശ്രീ ജെയ്മി ടീച്ചർ, MBTയുടെ പ്രസിഡന്റ് ശ്രീ ശശികല സന്തോഷ് ഉൾപ്പെടെ ഇവിടുത്തെ നല്ലവരായ അധ്യാപകരെ, മാതാപിതാക്കളെ, കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, നമ്മളെ സംബന്ധിച്ച് നമ്മളിന്ന് വളരെ
സന്തോഷത്തോടെ നിൽക്കുന്ന ഒരു വേദിയാണ് ഇന്നത്തെ ഈ ആഘോഷം. ചേലച്ചുവട് SNDP സ്കൂളിനെ സംബന്ധിച്ച് ഈ നാട്ടിലുള്ള ഒരുപാട് ചെറുപ്പക്കാർ നല്ല മിടുക്കന്മാരും മിടുക്കികളുമായി നല്ല വിദ്യാഭ്യാസം നേടി പുറത്തിറങ്ങുന്നതിൽ നല്ല ജോലിയിൽ പ്രവേശിക്കുന്നതിലുമൊക്കെ ഈ സ്കൂളിൻ്റെ അധ്യാപകരും ഇതിൻ്റെ മാനേജ്മെൻറ്റും ഒക്കെ വഹിച്ച പങ്ക് വളരെ വലുതാണ്. എന്നെ സംബന്ധിച്ച് വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് വേദിയിൽ നിൽക്കുന്നത്. ഞാൻ ഈ സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നതിനപ്പുറം എൻ്റെയൊക്കെ ജീവിതത്തിന് തന്നെ ഒരു ഭാഗമാണ് ഈ ചേലച്ചുവട് SNDP സ്കൂളും ഈ സ്കൂളിൻ്റെ പരിസര പ്രദേശങ്ങളും. എന്നെയൊക്കെ സംബന്ധിച്ച് എൻ്റെ സ്കൂൾ കാലഘട്ടത്തിലും അതിനുശേഷമുള്ള നമ്മുടെ ജീവിതത്തിലും ഇവിടുത്തെ പഠനത്തിന് ശേഷം ഈ സ്കൂൾ ഗ്രൗണ്ടും ഇവിടുത്തെ കളികളുമൊക്കെയായി വർഷങ്ങളോളം ഇപ്പോൾ നമ്മളിരിക്കുന്ന ഈ സ്കൂൾ കെട്ടിടത്തിൻ്റെ തിണ്ണയിലിരുന്ന് വൈകുന്നേരങ്ങളായ ഞാൻ ഉൾപ്പെടെ ഇവിടെ പഠിച്ചിറങ്ങിയ എൻ്റെ ആ ഒരു കാലഘട്ടത്തിലുള്ള നിരവധിയായ ചെറുപ്പക്കാർ ഇന്ന് ഉള്ള ആ ഒരു സംവിധാനത്തിനൊക്കെ അപ്പുറത്ത് 10, 100, 150ഓളം ചെറുപ്പക്കാർ സ്ഥിരമായി വന്ന് കളിച്ചിരുന്ന ഒരു ഗ്രൗണ്ടാണ് നമ്മുടെ ഈ സ്കൂളിൻ്റെ ഈ ഗ്രൗണ്ടും ഈ പരിസര പ്രദേശങ്ങളും. അന്നത്തെ ആ ഒരു സ്നേഹവും ബഹുമാനവും ഒക്കെ കടപ്പാടും ഒക്കെ ഈ സ്കൂളിനോട് എന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് നമുക്ക് വളരെയധികം അഭിമാനത്തോടെ തന്നെ ഇവിടുത്തെ സ്കൂൾ മാനേജ്മെൻറ്റിനോടും SNDPയുടെ ഇവിടുത്തെ ഭാരവാഹികളോടും ഒക്കെ നമുക്ക് കടപ്പാടുണ്ട്. കാരണം നമ്മൾ പഠിച്ച ഈ സ്കൂളിൽ നിന്ന് ഓടുമേഞ്ഞ ഈ സ്കൂളിൽ നിന്നും അന്നത്തെ കാലഘട്ടത്തിൽ ഇത് വളരെ മികവുറ്റ സ്കൂളാണ് എങ്കിൽ പോലും ഇന്ന് പുതിയ ഒരു കാലഘട്ടത്തിലേക്ക് മാറിയപ്പോൾ നമ്മുടെ നല്ല അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തിക്കൊണ്ട് ഈ നാട്ടിലെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനത്തിൽ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് നേതൃത്വത്തിൽ നടത്തിയ ഇടപെടലുകൾ കൊണ്ടാണ് നമുക്ക് ഇത്രയും നല്ല ഒരു സ്കൂൾ കെട്ടിടം നമുക്കിവിടെ പൂർത്തീകരിക്കാൻ സാധിച്ചത്. അതിന് ശാഖയോടും അതിൻ്റെ ഭാരവാഹികളോടുമുള്ള ഈ നാടിൻ്റെ പേരിലുള്ള എല്ലാവിധ നന്ദിയും കടപ്പാടും ഈ സമയത്ത് ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. നിരവധിയായ വിഷയങ്ങളിൽ ഈ നാട്ടിലെ കുട്ടികൾ ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ സഹിച്ച് വിദ്യാഭ്യാസം നേടിയിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഈ സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കീരിത്തോടിൽ നിന്നും പ്രതിപാലത്തു നിന്നും കഞ്ഞിക്കുഴിയിൽ നിന്നും ഒക്കെ നിരവധിയായ കുട്ടികൾ എൻ്റെ കൂടെ പഠിച്ച ഒരുപാട് വിദ്യാർത്ഥികൾ തന്നെ ഇവിടെ പഠിച്ച് നല്ല മിടുക്കന്മാരും മിടുക്കികളുമായി ഇന്ന് നല്ല ഉയർന്ന സ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ നല്ല ജോലി നേടി അല്ലെങ്കിൽ നാടിന് ഉപകാരമുള്ള നല്ല ചെറുപ്പക്കാരായി ഇന്ന് പുറത്തുണ്ട്. അവരിലൊക്കെ ഒരു ശ്രമഫലമായി നമുക്ക് ഈ സ്കൂളിൻ്റെ എല്ലാവിധ പ്രവർത്തനത്തിലും മുൻപോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ഇതിനു മുമ്പ് സ്കൂളിൻ്റെ ഉദ്ഘാടനവുമൊക്കെയായി ബന്ധപ്പെട്ട് ഈ സ്കൂളിൽ പഠിച്ച നിരവധിയായ ആളുകളെ സുരേഷൻ ഉൾപ്പെടെ സ്കൂളിലെ പ്രകാശ് സാർ ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്ന് വിളിക്കുമ്പോഴൊക്കെ വളരെ സ്നേഹത്തോടും അഭിമാനത്തോടും കൂടി നമ്മുടെ സ്കൂളാണ് എന്നുള്ള ആ ഒരു ബോധ്യത്തോടു കൂടി തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഇടപെടുന്നത് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന് ഈ സ്കൂളിൻ്റെ ആഘോഷ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എന്നെ ക്ഷണിച്ച ഏറെ ബഹുമാനപ്പെട്ട സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിനോടും അധ്യാപകരോടുമുള്ള എല്ലാവിധ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയാണ്. ഈ സ്കൂളിൻ്റെ ആഘോഷ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിന് സ്കൂളിൻ്റെ അച്ഛൻ ശ്രീമതി ജയിലിനെ ക്ഷണിക്കുന്നു. യോഗം അധ്യക്ഷൻ നമ്മുടെ പ്രിയപ്പെട്ട PTA പ്രസിഡന്റ് ശ്രീ മണിക്കുട്ടൻ അവർ, യോഗം ഉദ്ഘാടകൻ ഇടുക്കി യൂണിയൻ സെക്രട്ടറി നമ്മുടെ സ്കൂളിൻ്റെ ലോക്കൽ മാനേജറുമായ ശ്രീ സുരേഷ് കോട്ടയത്ത്, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തി സാന്നിധ്യം അറിയിച്ചിരിക്കുന്ന വ്യക്തികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, രക്ഷിതാക്കളെ, സഹപ്രവർത്തകരെ, കുഞ്ഞുങ്ങളെ, ഏവർക്കും നമസ്കാരം. SNUP സ്കൂളിൻ്റെ 45ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ നമ്മുടെ സ്കൂളിൽ ഒരു പുതിയ കെട്ടിടം ലഭ്യമായ ആദ്യത്തെ ആനിവേഴ്സറി അത് വളരെ ഘോഷമായി ഗംഭീരമായി നടത്തുന്ന ഈ സന്ദർഭത്തിൽ സ്കൂളിൽ 2023-24 അധ്യയന വർഷത്തിൽ നടന്ന പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് വായിക്കുക എന്ന കർത്തവ്യമാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. ഞാൻ അധികം നീട്ടിക്കൊണ്ടുപോയി നിങ്ങളുടെ സമയത്തെ നഷ്ടപ്പെടുത്തുന്നില്ല. കാരണം എല്ലാവരും കുട്ടികളോടുള്ളൊരു അവരുടെ പരിപാടികളോടുള്ളൊരു താല്പര്യത്തിലായിരിക്കും ആകാംക്ഷയായി കാത്തിരിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് ഞാൻ ഉടനെ തന്നെ എൻ്റെ കർത്തവ്യത്തിലേക്ക് നേരിട്ട് കടക്കുകയാണ്. SNUP സ്കൂൾ ചുരുളി 45ാം വാർഷികം അധ്യാപക രക്ഷാകർതൃ ദിനം 2024 മാർച്ച് 7 നടപ്പാക്കുകയാണ്. 2023-2024 അധ്യയന വർഷം സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിന്റെയും മികവിന്റെയും വർഷമായിരുന്നു.
2023 ഡിസംബർ 15 പുതിയ സ്കൂൾ മന്ദിരം ഉദ്ഘാടനം SNRS അംഗം ശ്രീമതി പ്രീതി നടേശൻ അവർ നിർവഹിച്ചു. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷപ്രദമാണ്. ഹൈടെക് സംവിധാനത്തോടെയാണ് പുതിയ ക്ലാസ് മുറികൾ തയ്യാറാക്കിയിരിക്കുന്നത്. മാനേജ്മെന്റ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർ ജനറൽ മാനേജരും, ശ്രീ CP സുദർശനൻ വിദ്യാഭ്യാസ സെക്രട്ടറിയും, ശ്രീ EG ബാബു അക്കാദമിക് സെക്രട്ടറിയും, ശ്രീ സുരേഷ് കോട്ടയ്ക്കകത്ത് ലോക്കൽ മാനേജറും അടങ്ങുന്ന SNDP യോഗം കോർപ്പറേറ്റ് മാനേജ്മെന്റ് ആണ് സ്കൂൾ മാനേജ്മെന്റ്. ശാഖാ പ്രസിഡന്റ് ശ്രീ കലേഷ് രാജു, സെക്രട്ടറി ശ്രീ MN ഷൺമുഖദാസും, യൂണിയൻ കൗൺസിലർ ശ്രീ അനീഷ് പച്ചിലാങ്കുന്നിന്റെയും സേവനം സ്കൂളിന് ലഭിക്കുന്നുണ്ട്. സ്കൂളിന്റെ മാനേജ്മെന്റ് നമ്മളെ എത്രയധികം സ്നേഹിക്കുന്നു, എത്രയധികം സഹകരിക്കുന്നു, നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് എപ്പോഴും മുന്നിൽ ചുക്കാൻ പിടിച്ചു നിൽക്കുന്നുവെന്ന് നമുക്ക് ഈയിടെ നടന്നിട്ടുള്ള സ്കൂൾ മന്ദിര ഉദ്ഘാടനം അതുപോലുള്ള ഏതൊരു പ്രവർത്തനങ്ങളും എടുത്തു നോക്കിയാൽ നമുക്ക് വിലയിരുത്താനും അതിൽ വളരെയധികം സന്തോഷം പ്രകടിപ്പിക്കാനും നന്ദി പ്രകടിപ്പിക്കാനുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ സ്റ്റാഫ് ശ്രീമതി ജൈമി MD ഹെഡ് മിസ്ട്രസ്സായും, ശ്രീ VS പ്രകാശ് ഹിന്ദി അധ്യാപകനായും, ശ്രീമതി ധന്യ മോഹൻ MP സംസ്കൃതം അധ്യാപികയായും, ശ്രീമതി സോണിയ സുബു UPSC ആയും, ശ്രീ EG ഷീൻ OA ആയും, ശ്രീമതി കവിത അഭയകുമാർ ഡെയിലി വേജ് UPSC ആയും പ്രവർത്തിച്ചു വരുന്നു. നമ്മുടെ സ്കൂളിന്റെ ഒരു മികവ് എന്ന് പറഞ്ഞാൽ ഓരോ അധ്യാപകരും കൈകാര്യം ചെയ്യുന്നത് അവരുടെ തന്നെ ഓരോ വിഷയത്തിലും ബേസ്ഡായി അടിസ്ഥാനപരമായി അതിൽ ഒരു ഡിഗ്രി നേടി കൈവരിച്ചു, അല്ലെങ്കിൽ അതിൽ തന്നെ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ടാണ് ആ അധ്യാപകർ ആ വിഷയം കൈകാര്യം ചെയ്യുന്നത് എന്നാണ്. അതൊരു മികവായി തന്നെ ഞങ്ങൾ ഇവിടെ എടുത്തു പറയുന്നു. 10/12/2023 UPSC ആയി പ്രവർത്തിച്ചിരുന്ന ശ്രീമതി ശരണ്യ സാബുവിനെ ഹൈസ്കൂൾ അധ്യാപികയായി പത്തനംതിട്ടയിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ചു പോവുകയുണ്ടായി. ടീച്ചറുടെ സേവനവും ഇവിടെ സ്മരിക്കുന്നു. PTA MPTA കമ്മിറ്റികൾ ശ്രീ PG മണിക്കുട്ടൻ PTA പ്രസിഡന്റായും, സജി പോൾ ലാവണ്യ മണിലാൽ PTA വൈസ് പ്രസിഡന്റായും, രാജേഷ് K തമ്പി, സൂര്യ വിനീത്, ബിനീഷ് PG, അനുമോൾ ജയേഷ്, ബിനു KC, ഷീബ സാം, ബിനോയ് കണ്ടത്തുകരയിൽ, സ്വപ്ന ജയൻ, രജനി ബിജുകുമാർ, സുമി ബേസിൽസൺ എന്നിവരും PTA കമ്മിറ്റി അംഗങ്ങളായി തെരഞ്ഞെടുത്തു. മാതൃസംഗമം ചെയർപേഴ്സണായി ശ്രീമതി ശശികല സന്തോഷ് മണിമലക്കുന്നിൽ, സൗമ്യ സിജോ കൊട്ടപ്പുള്ളി ചെയർപേഴ്സണായും, പ്രിയ സുനീഷ്, ലിൻസി റോബിൻ തുണ്ടത്തിൽ, മേരി ദേവസ്യ പാലാട്ടിൽ, സിന്ധു ബിജു കുടിലമറ്റത്തിൽ, രജനി മഞ്ചേഷ് തുടങ്ങിയവർ എന്നിവരെയും മാതൃസംഗമ കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുത്തു. PTA MPTയുടെ നേതൃത്വത്തിൽ ഈ അധ്യയന വർഷം മികച്ച സേവനമാണ് കാഴ്ചവെച്ചത്. സ്കൂളിൽ നടത്തുന്ന എല്ലാ പരിപാടികളും കമ്മിറ്റിക്കാരുടെ നിറസാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് എന്നതിൽ സന്തോഷം രേഖപ്പെടുത്തുന്നു. PTAയുടെ അകമഴിഞ്ഞ സേവനം നമ്മുടെ സ്കൂളിന്റെ ഓരോ ചുവടുവയ്പ്പിലും ഒപ്പമുണ്ട് എന്നത് ഞാൻ കൃതാർത്ഥതയോടെ ഓർക്കുന്നു. പ്രവർത്തനങ്ങൾ പ്രവേശനോത്സവം 1/6/2023 വിപുലമായ പരിപാടികളോടെ ആരംഭിച്ചു. കുട്ടികൾക്ക് സമ്മാന പൊതികളും മധുരവും നൽകി സ്വീകരിച്ചു. വായനാ വാരാചരണം 19/6/2023 മുതൽ ഒരാഴ്ചക്കാലം നടത്തി. ക്വിസ് പ്രോഗ്രാം, കവിതാ രചന, പോസ്റ്ററുകളുടെ നിർമ്മാണം, കവിതാലാപനം, ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കൽ തുടങ്ങിയവ നടത്തി. ദിനാചരണങ്ങൾ യോഗ ദിനാചരണം, ലഹരി വിരുദ്ധ ദിനാചരണം, ജനസംഖ്യാ ദിനാചരണം, സ്വാതന്ത്ര്യ ദിനാഘോഷം, അധ്യാപക ദിനാഘോഷം, ഗാന്ധി ജയന്തി ദിനാഘോഷം, ശിശുദിനം, റിപ്പബ്ലിക് ദിനാഘോഷം തുടങ്ങിയവയും നടത്തി. ഇതെല്ലാമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ മികച്ച മത്സരങ്ങൾ നടത്തുവാനും അവയിലെല്ലാം കുട്ടികൾ സമ്മാനങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്തുവെന്നും ഇവിടെ സ്മരിക്കുന്നു. ഓണാഘോഷവും ക്രിസ്മസ് ആഘോഷവും വിപുലമായ പരിപാടികളോടെയാണ് ആഘോഷിച്ചത്. ഇതിലെല്ലാം തന്നെ മികച്ച സ്പോൺസർഷിപ്പുകൾ ഉണ്ടായി എന്ന് ഇവിടെ ഞാൻ ഓർക്കുകയാണ്. സുരീലി ഹിന്ദിയുമായി ബന്ധപ്പെട്ട് സുരീലി വാണി, സുരീലി ബാനർ, സുരീലി പത്രിക, പ്രേംചന്ദ് ജയന്തി, ഹിന്ദി ദിനാഘോഷങ്ങൾ, സുരീലി ഹിന്ദി ഉത്സവ് തുടങ്ങിയ വിവിധ പ്രോഗ്രാമുകൾ നടത്തി മികവുറ്റ പ്രവർത്തനങ്ങൾ കുട്ടികൾ കാഴ്ചവെക്കുകയും ഇതിലെല്ലാം നമ്മുടെ ഹിന്ദി അധ്യാപകനായ പ്രകാശ് സാർ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുകയും ചെയ്തു. അദ്ദേഹം സബ് ജില്ലാ തലത്തിൽ പോലും അദ്ദേഹത്തിന്റെ സുരീലി ഹിന്ദിയുടെ മികവ് തെളിയിച്ച വ്യക്തിയാണ് എന്നത് നമുക്ക് ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ടതാണ്. കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു മികവ് നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്കും കൂടി ലഭിക്കുന്നു എന്നതും ഇവിടെ ഞാൻ സ്മരിക്കുന്നു. സംസ്കൃത സ്കോളർഷിപ്പുകൾ അടിമാലി ഉപജില്ലയിൽ നിന്നും സംസ്കൃത സ്കോളർഷിപ്പുകൾ നേടിയെടുക്കാൻ നമ്മുടെ കുട്ടികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അന്നാമരിയ സജി, അർണോൾഡ്, അഭിനവ് ബിബി, അൽന ബേസിൽസൺ തുടങ്ങിയ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ലഭിച്ചു. ഇതോടൊപ്പം തന്നെ സംസ്കൃതോത്സവത്തിൽ പ്രത്യേകമായ ഒരു മാറ്റുരയ്ക്കാൻ ഒരുപാട് അവസരങ്ങൾ നമ്മുടെ സംസ്കൃതോത്സവത്തിൽ കുട്ടികൾക്ക് ലഭിക്കുകയുണ്ടായി. ഇതിനായി പ്രത്യേകം തന്നെ ടീച്ചർ പ്രത്യേകമായ പരിശീലനം നൽകുകയും കുട്ടികളെല്ലാവരും തന്നെ മികവുറ്റ സമ്മാനങ്ങൾ നേടുകയും ചെയ്യുകയുണ്ടായി. ക്ലബ്ബ് പ്രവർത്തനങ്ങൾ എല്ലാ വിഷയങ്ങൾക്കും ക്ലബ്ബുകൾ രൂപീകരിക്കുകയും ദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്തു വരുന്നു.
കലോത്സവങ്ങൾ, മേളകൾ, സ്പോർട്സ്. കലോത്സവത്തിന്, മേളകളിലും സ്പോർട്സ് എന്നിവയിലും മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ നമ്മുടെ കുട്ടികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. IT ക്വിസിൽ അഭിനവ് VP 1ാം സ്ഥാനം നേടിയത് ഇന്ന് ഈ അവസരത്തിൽ വളരെ അഭിമാനപൂർവ്വം ഞാൻ പറയുകയാണ്. ശാസ്ത്രമേളയിലും പ്രവൃത്തി പരിചയമേളയിലും 2-3 സ്ഥാനങ്ങൾ A ഗ്രേഡുകൾ നേടിയെടുക്കാൻ നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കൾക്കും സാധിച്ചിട്ടുണ്ട്. ഇതിന് പ്രത്യേകം പരിശീലനം നൽകുന്നതിൽ അധ്യാപകർ എല്ലാവരും തന്നെ മുന്നിട്ട് നിന്നു എന്നും എനിക്ക് ഏറെയധികം അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കുന്നു. പഠനയാത്ര 17-2-24 കൊച്ചി മേഖലയിലേക്ക് കുട്ടികളും രക്ഷിതാക്കളും അടങ്ങുന്ന ടീം പഠനയാത്ര ചെയ്യുകയുണ്ടായി. പഠനയാത്ര നല്ലൊരു അനുഭവമായി. സാധാരണ ഒരു ചെറിയ രീതിയിലുള്ള ഒരു യാത്രയല്ലാതെ വളരെ വിപുലമായ രീതിയിൽ ഒത്തിരി സ്ഥലങ്ങൾ സന്ദർശിക്കുവാനും ആ സ്ഥലങ്ങളിലെല്ലാം ആ മേഖലകളിലെല്ലാം പ്രത്യേകതകൾ തിരിച്ചറിയാനും കുട്ടികൾക്ക് അവസരം നൽകി. പിറന്നാൾ സമ്മാനം. കുട്ടികൾ പിറന്നാൾ സമ്മാനമായി ഉച്ചഭക്ഷണ പരിപാടികളിലേക്ക് കറികൾ സ്പോൺസർ ചെയ്തു വരുന്നുണ്ട്. ഇത് മറ്റ് സ്കൂളുകളിലും നമ്മളെ തുടർന്ന് മാതൃകയാക്കി എന്നതും സന്തോഷകരമായ കാര്യമാണ്. ഇപ്പോൾ ജില്ലയിൽ പല സ്ഥലങ്ങളിലും പല സ്കൂളുകളിലും ഇത് ആവർത്തിക്കുന്നുണ്ട്. നമ്മൾ ആദ്യമായി തന്നെ ഇതിന് ഒരു തുടക്കം കുറിച്ചിരുന്നു. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാൻ സാധിക്കുന്ന മേഖലകൾ IT മേഖല, അതുപോലെ തന്നെ മികവുറ്റ രീതിയിൽ ഭൗതിക സാഹചര്യങ്ങൾ ലഭ്യമാക്കിയതോടുകൂടി തന്നെ കൂടുതൽ മികവുറ്റ രീതിയിൽ അധ്യയനം സാധ്യമാക്കുവാൻ ടെക്നോളജിക്കൽ മാർഗങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കുന്നു എന്നതും നമ്മുടെ സ്കൂളിന്റെ ഒരു മികവായി തന്നെ ഞാൻ പറയുകയാണ്. കുട്ടികൾ ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ അറ്റൻഷൻ, ഓരോ കുട്ടിക്കും നമ്മുടെ ക്ലാസ്സിൽ എത്ര തന്നെ കുട്ടികളുണ്ടോ ഓരോ കുട്ടിക്കും ഇൻഡിവിജ്വൽ അറ്റൻഷൻ നൽകുന്നതിൽ അധ്യാപകർ പ്രത്യേകമായ ശ്രദ്ധ പുലർത്തി വരുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ മികവുറ്റ സപ്പോർട്ടോടുകൂടി രക്ഷിതാക്കളും ഇൻഡിവിജ്വലായിട്ട് രക്ഷിതാക്കളായിട്ടുള്ള കോൺടാക്ട് എന്നിവയും നമ്മുടെ സ്കൂളിൽ പുലർത്തിക്കൊണ്ടുവരുന്നു. പഠന പിന്നോക്കം നിൽക്കുന്നവർക്ക് അക്ഷര ക്ലാസുകളും ഗ്രാമർ ക്ലാസുകളും പ്രത്യേകമായി നൽകി വരുന്നുണ്ട്. സ്പോൺസർഷിപ്പുകൾ. ചേലച്ചൂട് CPM ഓഫീസ് 2 ദേശാഭിമാനി പത്രം സ്പോൺസർ ചെയ്ത കുട്ടികൾക്ക് വായിക്കുവാനായി നൽകിയിട്ടുണ്ട്. BJP ചേലച്ചൂട് മണ്ഡലം കമ്മിറ്റി ഒരു ജന്മഭൂമി പത്രം കുട്ടികൾക്കായി നൽകുന്നു. വിദ്യാപ്രകാശ് ഒരു മാതൃഭൂമി പത്രം കുട്ടികൾക്കായി സ്പോൺസർ ചെയ്തിട്ടുണ്ട്. SNHSS നന്ദി സിറ്റിയിലെ റിട്ടയർഡ് അധ്യാപകർ 3 ക്ലാസുകളിലേക്കായി വൈറ്റ് ബോർഡ് സ്പോൺസർ ചെയ്ത് നൽകിയത് ഇവിടെ അഭിമാനപൂർവ്വം പറയുകയാണ്. ഇതിനെല്ലാം ചുക്കാൻ പിടിച്ച നമ്മുടെ പ്രിയപ്പെട്ട മോഹൻദാസ് സാറിന് പ്രത്യേകമായി നന്ദി പറയുന്നു. കാരണം അദ്ദേഹം ഇതിനെല്ലാം നമ്മുടെ ഭൗതിക സാഹചര്യങ്ങളിൽ എന്തെല്ലാം വീണ്ടും അന്വേഷിക്കുകയും അതിനുള്ള മാർഗങ്ങൾ നമുക്ക് തുറന്നു നൽകുകയും ചെയ്ത വ്യക്തിയാണ്. പൂർവ്വ അധ്യാപകരും വിദ്യാർത്ഥികളും പുതിയ ക്ലാസ് മന്ദിരത്തിലേക്ക് കസാരകളും മറ്റ് ഫിറ്റിംഗ്സുകളും സാമ്പത്തിക സഹായം ചെയ്തു വന്നിട്ടുണ്ട്. SNHSS നന്ദി സിറ്റിയിലെ ദേവദാസ് സാർ കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങൾ സ്പോൺസർ ചെയ്തു വന്നതും ഈ അവസരത്തിൽ ഞാൻ സ്മരിക്കുന്നു. SNHSS, SNHS, SNVHSS തുടങ്ങിയ സ്ഥാപനങ്ങളിലെ ജീവനക്കാരും സ്കൂളിലെ ഭൗതിക സാഹചര്യം വികസിപ്പിക്കുന്നതിന് വേണ്ട ചെറിയ മാറ്റങ്ങൾ എന്തിലൊക്കെയാണ് വേണ്ടത്, അല്ലെങ്കിൽ എന്തിലാണ് കുട്ടികൾക്ക് ഇനി ആവശ്യമുള്ളത് എന്ന നിലയിൽ നമുക്ക് സപ്പോർട്ട് നൽകുന്നതിന് പ്രത്യേക സാമ്പത്തിക സഹായങ്ങളും നൽകിയിട്ടുണ്ട്. ഇവയെല്ലാം നന്ദിയോടെ ഞാനിത് സംസ്മരിക്കുന്നു. ഇതോടുകൂടി റിപ്പോർട്ട് പൂർത്തിയായി അറിയിക്കുന്നു. അടുത്തതായി ആശംസ അറിയിക്കുന്നതിനായി യോഗം ശാഖാ പ്രസിഡന്റ് കൈലാഷ് ക്ഷണിക്കുന്നു. യോഗാധ്യക്ഷൻ പിറ്റയുടെ പ്രസിഡന്റ് യോഗ ഉദ്ഘാടനം ചെയ്ത ആദരണീയനായ ലീഗിന്റെ സെക്രട്ടറി ശ്രീ ചോട്ടകത്തോടുകൾ, പ്രിയപ്പെട്ട ചാവയായത്തിൻ്റെ സെക്രട്ടറി ഷൺമുഖദാസ്, പ്രിയപ്പെട്ട HM, പ്രിയപ്പെട്ട നമ്മുടെ 5ാം വാർഡ് മെമ്പർ അനിറ്റ്, അതുപോലെ പ്രിയപ്പെട്ട മോഹൻദാസ് സാറ്, MBTയുടെ ചെയർപേഴ്സൺ നമ്മുടെ ശശികല, സന്തോഷ്, എല്ലാവരും പ്രസംഗം കേൾക്കാനുള്ളൊരു മനസ്സോടുകൂടി തന്നെ ഇരിക്കുന്നതെന്നറിയാം. എങ്കിലും 1-2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചോളാം. സ്കൂളിൻ്റെ മികവുകളെക്കുറിച്ച് ടീച്ചർ റിപ്പോർട്ടിൽ നല്ല ഭംഗിയായിട്ട് ആ റിപ്പോർട്ട് അവതരിപ്പിച്ചു. എനിക്ക് ഉണ്ടായ ഇവിടെ മോള് പഠിച്ചിരുന്ന കാലത്ത് പ്രകാശാന്റെ നേതൃത്വത്തിലുള്ള സുരുലി ഹിന്ദി, അതുപോലെ സംസ്കൃത കലോത്സവത്തിൽ പങ്കെടുക്കുന്നതിനും ഈ സുരുലി ഹിന്ദിയുടെ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട അടിമാലി സബ് ജില്ലയിലും കട്ടപ്പന ഉപജില്ലയിലും ഉള്ള പ്രോഗ്രാമുകളെല്ലാം പങ്കെടുക്കുന്നതിന് മികച്ച വിജയം കാഴ്ചവെക്കുന്നതിനും അവൾക്ക് സാധിച്ചു. അതുപോലെ ഈ സംസ്കൃത കലോത്സവത്തിൽ വിടുന്നുള്ള ഒരു ബാലപാഠമാണ് ഹൈസ്കൂളിൽ ഹൈസ്കൂളിൽ നിന്ന് അടിമാലി ഉപജില്ലയിലും അതുപോലെ കട്ടപ്പനയും അതുപോലെ സംസ്ഥാന കലോത്സവത്തിലും എല്ലാം പങ്കെടുത്ത് മികച്ച വിജയം നേടുന്നതിന് അവർക്ക് സാധിച്ചു. അതാണ് ഈ സ്കൂളിൻ്റെ മികവിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. കാരണം നല്ലൊരു അധ്യാപകരാണ്. അത് നമ്മളൊരു പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി എല്ലാ പേരൻസും ശ്രമിക്കണം. നല്ല കുട്ടികളെ ഇപ്പം നമ്മളിവിടെ പറഞ്ഞ പോലെ നമ്മൾ ഉദ്ഘാടനം പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ വടിയെടുത്തായിരുന്നു അടിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ പിള്ളേർക്കിടെല്ലാം 1-2 അടിയുടെ കുറവുണ്ട്. എല്ലാ കുട്ടികൾക്കും ഉണ്ട്. നമ്മുടെ വീട്ടിൽ ഇതൊക്കെ തന്നെ അവസ്ഥ. അടി കൊടുത്താലും ഇമാര് നേരെ ആവത്തുള്ളൂ. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് മുട്ടയും പോലും
മുട്ടയും പാലുമാണ് നമ്മൾ അടിക്ക് പകരം കൊടുക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലേക്ക് മാറിയതുകൊണ്ട് നമ്മൾ എല്ലാവരും പേരൻസ് എല്ലാവരും ശ്രദ്ധിച്ചെങ്കിൽ ഇതെല്ലാം കുട്ടികളുടെ പ്രവർത്തനങ്ങളെല്ലാം ഭംഗിയായിട്ട് മുന്നോട്ട് പോകാൻ സാധ്യതയുള്ളൂ എന്ന് അറിയിക്കുന്നു. അതുപോലെ നമ്മളെല്ലാം വന്നപ്പോൾ നമ്മുടെ PTA-യുടെ നേതൃത്വത്തിലൂടെ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് നട്ട കപ്പയും ചെന്നക്കപ്പ എല്ലാവർക്കും കഴിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും വെച്ചിരുന്നു. മണിക്കുട്ടൻ ചേട്ടനും അതുപോലെ മഞ്ചേഷിൻ്റെയൊക്കെ നിറത്തിലുള്ള ശ്രമത്തിൻ്റെ ഫലമായിട്ടുണ്ടായ ആ കപ്പയും കാന്താരിയൊക്കെ നല്ല ഭംഗിയായിട്ട് ഞങ്ങൾ എല്ലാവരും കഴിച്ചു. ഏറെ സന്തോഷമുണ്ട്. വയറൊക്കെ നല്ല ഭംഗിയായിട്ട് നിറഞ്ഞായിരിക്കുന്നത്. അതുപോലെ PTA-യുടെ ഭാഗത്തുനിന്ന് അറിയിച്ചിട്ടുണ്ട്. സമ്മാനദാനവും കഴിഞ്ഞ് ഫുഡും ഉണ്ട്. എല്ലാവർക്കും അത്തോഴം കരുതിയിട്ടുണ്ട്. അതെല്ലാം കഴിച്ചിട്ട് വേണം പിരിയാൻ. ഞങ്ങളോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും അത് പ്രയോജനപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ ഈ കുട്ടികളുടെ പ്രോഗ്രാമിലേക്ക് നല്ല പ്രോഗ്രാമുകളും നല്ല വിജയത്തിനുമായി പ്രാർത്ഥിക്കുന്നു. നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേദിയിലെ ബഹുമാന്യരായ നേതാക്കന്മാരെ, അധ്യാപക ശ്രേഷ്ഠരെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, 45ാമത് സ്കൂൾ വാർഷികത്തിന് ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. എല്ലാ നന്മകളും എല്ലാ കരുതലും കുട്ടികളുടെ പുരോഗതിക്ക് വേണ്ടിയുള്ള എല്ലാ സത്യയും ഒരു രക്ഷകർത്താവ് ഒരു സ്കൂളിൽ നിന്ന് എന്തെല്ലാം ആഗ്രഹിക്കുന്നുവോ അതെല്ലാം നൽകാൻ കഴിയുന്ന നല്ല ഒരു സ്കൂള്, ആ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ അനുഗ്രഹവും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 45 വർഷക്കാലവും നമ്മുടെ സ്കൂളിൻ്റെ ഗുണനിലവാരത്തിൽ, അധ്യാപകരുടെ സമർപ്പണത്തിൽ ഒരു വ്യത്യാസവും ഇല്ലാതെ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട് എന്നുവെച്ചാൽ ഈ 45 വർഷക്കാലവും ഈ സ്കൂളിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കുവാൻ, അത് കാണുവാൻ, അത് കേൾക്കുവാൻ എല്ലാം ദൈവഭാഗ്യം തന്നൊരു വ്യക്തി കൂടിയാണ് ഞാൻ. എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഇവിടെ അധ്യാപിക ആയതുകൊണ്ട് എനിക്ക് ഈ സ്കൂളിനെക്കുറിച്ച് ഓരോരോ കാര്യങ്ങളും എനിക്കറിയാൻ കഴിഞ്ഞു. അതിനേക്കാളും ഓരോരോ കാലഘട്ടത്തിൽ മെച്ചപ്പെട്ട രീതിയിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്. ഇന്ന് ഈ സ്കൂളിൽ പഠിക്കുന്ന മുഴുവൻ കുട്ടികളും നമ്മുടെ അധ്യാപകൻ്റെയും രക്ഷകർത്താക്കളുടെയും കരുതലിൽ ഈ വേദിയിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുകയാണ്. കുറേ ദിവസങ്ങളായി പ്രാക്ടീസ് കൊടുക്കുന്നു. ഇന്ന് ഈ സ്റ്റേജിൽ കയറുമ്പോൾ, ആ സ്റ്റേജിലെ പരിപാടി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ മുത്തശ്ശന്മാരും അച്ഛനും അമ്മയും സഹോദരങ്ങളെല്ലാം അത് കാണാനുണ്ടാവും. അത് കഴിയുമ്പോൾ 9ാം ക്ലാസ്സിൽ നിന്ന് 10ലേക്ക് ജയിക്കുന്നത് പോലെ, 10ൽ നിന്ന് ജയിച്ച് നല്ല മാർക്കോടെ പുറത്തിറങ്ങുന്നത് പോലെ അവൻ്റെ മനസ്സിലും അവൻ്റെ കഴിവിലും ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന കാര്യങ്ങളുമെല്ലാം നമ്മൾ അറിയാത്ത വലിയൊരു മാറ്റം ഈ സ്റ്റേജിൽ രൂപപ്പെടുന്നുണ്ട്. അതെല്ലാം നമുക്ക് നൽകുന്ന ഈ സ്കൂളിലെ അധ്യാപകരോടും മാനേജ്മെൻറ്റിനോടും രക്ഷകർത്താക്കളോടും നമുക്ക് ഓരോരുത്തരോടും ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്. സെക്രട്ടറി ഏറെ ബഹുമാനപ്പെട്ട യോഗത്തിൻ്റെ അധ്യക്ഷൻ, യോഗം ഉദ്ഘാടനം ചെയ്ത SNDP യോഗം യൂണിയൻ സെക്രട്ടറി ശ്രീ സുരേഷ് കോട്ടയ്ക്കകത്ത് അവറുകൾ, സ്കൂളിൻ്റെ HM ജയമി ടീച്ചർ, സഹായോഗം പ്രസിഡന്റ് കലേഷ്, പ്രിയപ്പെട്ട അധ്യാപകരെ, രക്ഷിതാക്കളെ, നമ്മുടെ സ്കൂളിൻ്റെ 45ാമത് വാർഷിക യോഗം കുട്ടികളുടെ പരിപാടി കാണാനാണ് എല്ലാവരും ആഗ്രഹിച്ചിരിക്കുന്നത്. നമ്മുടെ പൊതുയോഗം സമയം നീണ്ടുപോയി. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം നമ്മളെല്ലാവരും ഏറ്റവും ആശങ്കയോടെ ഇപ്പോൾ എല്ലാവരും പറഞ്ഞു നമ്മുടെ അധ്യാപകർ കഴിയുന്ന വടി കളഞ്ഞ കാര്യം. പഴയൊരു തലമുറ ഏറ്റവും കൂടുതൽ പേടിച്ചിരുന്നതും സ്നേഹിച്ചിരുന്നതും ബഹുമാനിച്ചിരുന്നതും നമ്മുടെ അധ്യാപകരെയും നമ്മളുടെ അച്ഛനമ്മമാരെയും നമ്മുടെ സമൂഹത്തെയായിരുന്നു. ഈ അധ്യാപകരുടെ കയ്യിൽ നിന്ന് ഈ വടി മാറ്റിയിട്ട് അവർക്ക് മുട്ടയും പാലും കൊടുത്തതോടുകൂടി ഏറ്റവും കൂടുതൽ നശിച്ചു പോയത് വളർന്നു വരുന്ന ഒരു തലമുറ കൂടിയാണ്. നമ്മൾ എവിടെ TV വെച്ചാലും പത്രം എടുത്താലും മൊബൈൽ ഫോൺ എടുത്ത് നോക്കിയാലും ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ വളർന്നു വരുന്ന തലമുറ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിട്ട് നമ്മൾ സ്വപ്നം പോലും കാണാൻ കഴിയാത്ത തെറ്റുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ അധ്യാപകരുടെ കയ്യിൽ എല്ലാവരുടെയും കയ്യിൽ വടി കൊടുക്കുകയും നമ്മളുടെ അധ്യാപകരെ നമ്മുടെ കുട്ടികൾക്ക് പേടിയോടും നമ്മളുടെ സമൂഹത്തോടും പേടിയോടും നമ്മളുടെ അച്ഛനമ്മമാരെയും പേടിയോടും കൂടി വളർന്നു വന്നില്ലെങ്കിൽ ഇനി വരുന്ന ഒരു പുതിയ തലമുറ നമ്മുടെ നാടിനെ തന്നെ ഉണ്ടാകുന്നത് വലിയ വിപത്തിലേക്കായിരിക്കും. കാരണം നമ്മൾ ഓരോന്ന്
കാണുന്നതും കേൾക്കുന്നതും അതേപോലെ തന്നെയാണ്. നമ്മളുടെ മക്കൾ ഇന്ന് വന്ന് പറയുന്ന ഒരു കാര്യവും നമ്മൾ കണ്ണടച്ച് പൂർണ്ണമായിട്ട് അവർ പറയുന്നത് സത്യമാണ് എന്ന് പറഞ്ഞ് വിശ്വസിക്കരുത്. കാരണം അവർ പറയുന്നതല്ല നമ്മൾ ശരി, അതിൽ ഒരു വശം മാത്രമേ അവർ പറയുന്നുള്ളൂ. കാരണം അവർ മറ്റുള്ള ഒരു കൂട്ടിൽ ചെന്ന് പെട്ടുകഴിഞ്ഞാൽ അവർക്ക് പല കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള ഒരു ധൈര്യവും അവരെന്ത് ചെയ്യുന്നതിന് അവർക്കൊരു മടിയില്ലാതെ മാറി വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം നമ്മൾ ചെറുതാണെങ്കിലും ഞാനിപ്പോൾ ഇവിടെ ഈ ചെറിയ ഒരു കുറച്ച് കാലത്തെ ഒരു ആളുകളോടുള്ള ഒരു പരിചയത്തിൽ നിന്ന് എനിക്ക് അതിനെപ്പറ്റി ഒത്തിരി അറിയാൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ ഈ സ്കൂളിലുള്ള കുഞ്ഞുങ്ങളെ ഇപ്പോൾ 5ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ ഇരിക്കുന്ന കുട്ടികളെ എനിക്ക് അറിയാം. നമ്മളുടെ ഈ സ്കൂളിൽ നിന്നല്ല, നമ്മളുടെ ഈ ചുറ്റുവട്ടത്ത് ചേലച്ചോട് കഞ്ഞിക്കുഴിക്കാനുള്ള എല്ലാ മേഖലകളിലും പണ്ട് നമ്മൾ കൊറോണ വന്നപ്പോൾ അങ്ങ് ചൈനയിലായിരുന്നു, നമുക്ക് പേടിക്കാനില്ല എന്ന് പറഞ്ഞു. 6 മാസം കൊണ്ട് നമ്മളുടെ വീട്ടിൽ വന്നെത്തി എന്ന് പറഞ്ഞാലും മദ്യവും മയക്കുമരുന്നും കഞ്ചാവും ഇതെല്ലാം അങ്ങ് ഗോവയിലും ബോംബെയിലും കൊച്ചിയിലും ഒക്കെ ആയിരുന്നു കിട്ടുള്ളൂ. ഇപ്പം ഇന്ന് നമ്മളുടെ മുറ്റത്തിൻ്റെ താഴെ റോട്ടിലിറങ്ങിയാൽ ആ സാധനം നമുക്ക് നെൽപ്രയാസം കിട്ടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മടങ്ങും. അതുകൊണ്ട് നമ്മൾ എല്ലാവരും നമ്മളുടെ കുട്ടികളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുകയും നമ്മുടെ സമൂഹത്തിന് ഒരു മാതൃകയായിട്ട് നല്ല അഭിമാനത്തോടെ നല്ല ഒരു പുതിയ തലമുറയെ നമുക്ക് സൃഷ്ടിക്കാൻ വേണ്ടി എല്ലാവരും നമ്മളുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പുലർത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ 45ാമത് വാർഷിക യോഗത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊള്ളുന്നു. നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ സമ്മേളന നടപടികൾ അവസാനിപ്പിക്കുന്നില്ല. പഞ്ചായത്തിൽ നിന്ന് നമുക്ക് തന്നിട്ടുള്ള ബാത്റൂം നമുക്ക് കൈമാറ്റം ചെയ്യപ്പെടണമെന്ന്. അത് കഴിഞ്ഞ് കുട്ടികളുടെ പരിപാടികളൊക്കെ ഉണ്ട്. പഞ്ചായത്ത് മുമ്പിൽ നമുക്ക് ബാത്റൂം സ്കൂളിന് സമർപ്പിക്കുന്നു. ഏറ്റവും സന്തോഷത്തോടും ഏറ്റവും സ്നേഹത്തോടും കൂടി ഞാൻ കഴിഞ്ഞ വർഷത്തെ പ്രോജക്റ്റിൽ നമ്മുടെ SNDP സ്കൂളിന് നല്ലൊരു ടോയ്ലറ്റ് വേണമെന്ന ആഗ്രഹം കമ്മിറ്റി പറയുകയും എല്ലാ വാർഡുകളിലേക്കും കൊടുത്ത അവസരത്തിൽ ഇത് മാനേജ്മെന്റ് ആയതുകൊണ്ട് ഒരു തടസ്സം ഉണ്ടായിരുന്നു, ഗവൺമെന്റ് അല്ല. അപ്പം പിന്നെ ഇത് ആ ഒരു ലെവലിൽ പിന്നീട് അത് എടുക്കാമെന്ന് വന്നപ്പോൾ അതെനിക്ക് തരുവാനും സാധിച്ചു. അങ്ങനെ 2 ലക്ഷം രൂപയ്ക്ക് തന്ന് ആ ഒരു ടോയ്ലറ്റ് കോംപ്ലക്സ് നമ്മളവിടെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട്. അത് ഏറ്റവും സ്നേഹത്തോടുകൂടി SNDP സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും അധ്യാപകർക്കും ടീച്ചേഴ്സിനും എല്ലാമായി ഞാനത് സമർപ്പിക്കുന്നു. പരിപാടികൾ അവസാനിക്കുന്നില്ല. കുട്ടികളുടെ പരിപാടികൾ ഇന്ന് തുടരുകയാണ്.